ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഉലയുന്നതിനിടയിലാണ് പാകിസ്ഥാന് പിന്തുണയുമായി ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ ആയുധങ്ങൾ കൈമാറാമെന്നു പോലും പ്രസ്താവനകൾ വന്നതായെല്ലാം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. എന്നാലും ചൈന പാകിസ്ഥാനെ സഹായിക്കുമോ? ഒരു പരിധി വരെ സഹായിക്കും. കാരണം ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ സഹായം ആവശ്യമുണ്ട്. ചൈനയ്ക്ക് ഈ പടിഞ്ഞാറൻ ഭാഗത്തെ നമ്മുടെ അറേബ്യൻ സമുദ്രവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ, അതുവഴി ചരക്ക് നീക്കം നടത്തണമെങ്കിൽ ചൈനയുടെ സഹായം കൂടിയേ തീരുള്ളൂ. അതിനാണല്ലോ ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ കൂടി കടന്നു പോകുന്ന തരത്തിൽ ഒരു ദേശീയപാത പാകിസ്ഥാന് വേണ്ടി ചൈന നിർമ്മിച്ചിട്ടുണ്ട്. അക്സായി ചിൻ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്തൊരു പ്രദേശമാണ് അക്സായി ചിൻ. അത് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ടിൽ നിൽക്കുകയാണ്. അത് വാസ്തവത്തിൽ അത് ഇന്ത്യക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. പിന്നെ നമ്മളിപ്പോൾ പെട്ടെന്നൊരു വഴക്കിലേക്ക് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും തികച്ചും അധാർമികമായ രീതിയിൽ നമ്മുടെ ഭൂമി കൈവശപ്പെടുത്തി അവിടെ കൂടെ ഒരു വലിയ റോഡ് നിർമ്മിച്ച് ഈ കറാച്ചി തുറമുഖത്തേക്കും മറ്റും വളരെ പെട്ടെന്ന് എത്താവുന്ന വിധത്തിൽ റോഡ് മാർഗം, ചൈനയിൽ നിന്ന് റോഡ് മാർഗം എത്താവുന്ന വിധത്തിൽ പാകിസ്ഥാനിലൂടെ ഒരു റോഡ് അവർ നിർമ്മിച്ചിരിക്കുകയാണ്. കരമാർഗം എത്താവുന്ന വിധത്തിൽ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ചൈനയ്ക്ക് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ സഹായം വേണം. പാകിസ്ഥാനെ അങ്ങനെ അങ്ങ് കൈയൊഴിയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് ചൈന അതിനേക്കാളും വലിയ ചില ഭീഷണികൾ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ അമേരിക്ക ചൈനയ്ക്ക് വലിയ തോതിൽ താരിഫ്, നമുക്കറിയാം, ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഈ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 245% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ ചൈനയ്ക്ക് അമേരിക്കയുമായിട്ട് വ്യാപാര ബന്ധമുണ്ട്. ചൈനയുടെ നിരവധി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നുണ്ട്. ഈ വരുമാനം ഒരു ദിവസം പെട്ടെന്ന് നിന്നാൽ ചൈന വലിയ പ്രതിസന്ധിയിലാവും. നമുക്കറിയാം, എപ്പോഴും ഈ വലിയ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതവും വളരെ വലുതായിരിക്കും, അല്ലേ? ഒരു ചെറിയ പൊക്കത്തിൽ നിന്ന് വീണാൽ വലിയ പരിക്കൊന്നും പറ്റില്ല, ചിലപ്പോൾ ഒന്ന് കയ്യോ കാലോ ഒക്കെ ശാലം മുറിഞ്ഞെന്നിരിക്കും. പക്ഷേ വലിയൊരു പൊക്കത്തിൽ നിന്നാണ് വീഴുന്നതെങ്കിലോ, ഒരു 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു, ഒരു നില കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് വീണാൽ ഒരു പക്ഷേ കയ്യോ കാലോ ഒടിഞ്ഞെന്നിരിക്കും. പക്ഷെ ഒരു 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണാലോ മരണം ഉറപ്പാണ്. അതുപോലെ ചൈന ഒരു വലിയ തുകയുടെ വ്യാപാരമാണ് അമേരിക്കയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നിന്നുപോയാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇന്ത്യയുമായിട്ട് തന്നെ ചൈനയ്ക്ക് ഏതാണ്ട് 95 ബില്യൺ 100 ബില്യൺ അടുത്ത് വ്യാപാരം നടക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് നമ്മൾ പല സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ തിരിച്ചങ്ങോട്ടോ നമ്മുടെ കയറ്റുമതി, ചൈനയിലേക്കുള്ള കയറ്റുമതി വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്കും വലിയ തോതിൽ വ്യാപാര കമ്മിയുണ്ട്. പക്ഷെ ചൈന വലിയൊരളവ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ വിറ്റഴിക്കുന്നുണ്ട്. ഒരു ദിവസം പെട്ടെന്നങ്ങ് നിന്നുപോയാൽ എന്ത് ചെയ്യും? അമേരിക്ക തീരുമാനിക്കുകയാണ്, നിങ്ങൾ വേണ്ട, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന അതേ സാധനം ഇത്തിരി വില കൂടിയാലും സാരമില്ല, ഞാൻ വേറൊരിടത്തു നിന്ന് വാങ്ങാൻ പോവാണ് എന്നൊരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും? ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഈ ഇറക്കുമതി ചുങ്കത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന വ്യാപാര യുദ്ധം ചൈനയെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മറ്റൊരു വൻ ശക്തിയായ ഇന്ത്യയെ കൂട്ടുപിടിക്കാതിരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഒരു ഏഷ്യൻ രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ റഷ്യയുമായിട്ട് ചൈനയ്ക്ക് നല്ല ബന്ധമല്ല. പലപ്പോഴും അതിർത്തർക്കവും ഭൂമി പ്രശ്നവും ഉണ്ട് അവിടെ. പിന്നെ റഷ്യ ഒരു വലിയ ആണവ ശക്തി ആയതുകൊണ്ട് ചൈന വലിയ കളിക്കൊന്നും മുതിരുന്നില്ല. ഇന്ത്യയുമായിട്ടും സമാനമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഭൂമി പ്രശ്നം തന്നെയാണ് അവിടെയും. പിന്നെ ഇന്ത്യയുടെ ഈ വ്യാപാര വളർച്ച, അതുപോലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, ഒരു വികസിത രാഷ്ട്രമായി തീരാനുള്ള ഇന്ത്യയുടെ ആ അടങ്ങാത്ത ആഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ചൈനയ്ക്ക് വലിയ അലോസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യയുടെ വളർച്ച ഏത് വിധേനയും തടയാൻ ശ്രമിക്കും എന്ന് തീർച്ചയാണ്. കാരണം തനിക്കൊത്ത ഒരു എതിരാളി, ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ട് പക്ഷത്താണ് നിൽക്കുന്നതെങ്കിലും ഇവർ തമ്മിൽ വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായി ഒരു ഐക്യം വേണം, എന്നാലേ രണ്ട് രാജ്യത്തിനും ഒരു വികസനം ഉണ്ടാകും. പക്ഷെ ഇതിലൊന്നും പെടാത്ത ഒരു സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന രാജ്യമായ പാകിസ്ഥാന് പുറകെ എന്തിനാണ് ചൈന നിരന്തരം ഇങ്ങനെ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൈനയ്ക്ക് പല ആവശ്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുക. ഇപ്പോൾ ഞാനും ശ്രീജിത്തും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരിട്ട് നിങ്ങൾ ശക്തനാണ്, എന്നെ പോലെ തന്നെ അത്യാവശ്യം ശക്തിയുള്ള ഒരാളാണ് ഞാൻ നിങ്ങളെ നേരിട്ട് എതിർക്കില്ല. പകരം വേറൊരു ശക്തി കുറഞ്ഞ ഒരാളിനെ ഞാൻ ആളും അർത്ഥവും കൊടുത്തിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാനായിട്ട്
പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ആൾ വളരെ ദുർബലനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുമോ എന്തിനാ വെറുതെ കയറി ഈ ആളിനോട് ഒരടി കൊടുത്താൽ ആൾ ചിലപ്പം വീണ് ചത്തുപോകും. അപ്പം നമ്മളൊന്ന് കണ്ണടയ്ക്കും. ഈ പറഞ്ഞതുപോലെയാണ് അതീവ ദുർബലമായ പാകിസ്ഥാനെ ഇളക്കി വിട്ട് നിരന്തരം നമുക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു തലവേദനയാണ്. ഈ കാശ്മീർ പ്രശ്നം നമ്മളൊന്ന് ആലോചിക്കൂ, എന്തുമാത്രം പണമാണ് നമ്മൾ ഈ കാശ്മീരിലെ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ പ്രതിരോധ ബജറ്റിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഈ പണമെല്ലാം രാജ്യത്തെ വികസിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനുള്ളതാണ്. പക്ഷെ അതിന് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ വ്യാപാരം, ഇപ്പം നമ്മളുമായിട്ട് വ്യാപാരം ചൈനയ്ക്ക് ഏതാണ്ട് $100 ബില്യൺ അടുത്ത് വ്യാപാരമുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് ഇന്ത്യയെ എപ്പോഴും വരുതിക്ക് നിർത്താനായിട്ട് ഇന്ത്യയെ ചൈനയുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയെ വരുതിക്ക് നിർത്താൻ ചൈന എല്ലാ കാലവും ശ്രമിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നത്. ചൈനയ്ക്ക് നേരിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം നേരിട്ടത് ചെയ്താൽ മോശമാണ്. നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ മോശമല്ലേ? ലോകരാജ്യങ്ങളൊക്കെ അറിഞ്ഞാൽ അത് മോശമല്ലേ? അതുകൊണ്ട് നേരിട്ട്, മാത്രമല്ല ചൈനയ്ക്ക് മേലിലുള്ള സമ്മർദ്ദം കൂടും മറ്റ് രാഷ്ട്രങ്ങളുടെ. ഇപ്പോൾ ഇസ്രായേലൊക്കെ പണ്ട് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അമേരിക്കയുടെ ചില പ്രസ്താവനകൾ ഇന്ത്യക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. അതിന് പകരമായിട്ടാണോ? കാരണം അമേരിക്ക എന്ന ലോകരാജ്യം ഇന്ത്യക്ക് പിന്തുണ നൽകുമ്പോൾ മറ്റൊരു രാജ്യമായ ചൈന ഞങ്ങളുടെ പാകിസ്ഥാന് പിന്തുണ നൽകാൻ പോകുന്നു എന്നൊരു ഒരു പ്രതീതിയാണോ? അല്ല, അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അമേരിക്കയായാലും ചൈനയായാലും ഇന്ത്യക്ക് കൃത്യമായൊരു വിദേശ നയമുണ്ട്. നമ്മളോട് എങ്ങനെയാണോ ഇടപെടുന്നത് നമ്മളും അങ്ങനെ. അത് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷം നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടു. നമ്മൾ സൗഹൃദത്തിൻ്റെ ഹസ്തം, കൈയാണ് നമ്മൾ പാകിസ്ഥാന് നേരെ നീട്ടിയത്. അവരത് തട്ടിത്തെറിപ്പിച്ചു. അതുകൊണ്ട് നമുക്കെന്താ, നിങ്ങൾക്ക് ഇന്ന് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നലെ വേണ്ട എന്ന നയമാണ് ഇന്ത്യക്ക്. അത് അമേരിക്കയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ചൈനയാണെങ്കിലും ശരി, നമ്മുടെ പരമാധികാരത്തിനെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ ഐക്യത്തെയും അഖണ്ഡതയെയും ഒന്നും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരരുത്. വന്നാൽ ഞങ്ങൾ അത് പ്രതിരോധിക്കും. അതിന് കൃത്യമായ തിരിച്ചടിയും തന്നിരിക്കും. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും റഷ്യ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ചൈനയോട് കൃത്യമായ ഒരു നയം, കൃത്യമായി ചൈനയെ ചൈനയ്ക്ക് ഒത്ത ഒരു പോരാളിയാണ് അല്ലെങ്കിൽ എതിരാളിയാണ് നമ്മൾ എന്നുള്ള കാര്യം നമുക്കിന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ചൈനയെ പ്രത്യേകിച്ചും ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അമേരിക്കയുടെ പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, നമ്മൾ കിട്ടിയാൽ നല്ലത്, പക്ഷെ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ലോകത്ത് ഒരു ശക്തിയെ അനുവദിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം ചൈനയ്ക്കുള്ള മറ്റൊരു വലിയ സമ്മർദ്ദം, ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ ആക്രമിച്ചാൽ ആദ്യം ഇന്ത്യയെ ആക്രമിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ആക്രമിക്കേണ്ടി വരും എന്ന് പറഞ്ഞൊരു രാഷ്ട്രമുണ്ട്, ഇസ്രായേൽ. അതുപോലെ റഷ്യ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നപ്പോൾ ഇന്ത്യയാണ് സഹായവുമായിട്ട് ചെന്നത്. ഞങ്ങൾ നിങ്ങളുടെ എണ്ണ വാങ്ങിക്കൊള്ളാം. ഈ യൂറോപ്പുകാർ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഇത്ര ശതമാനം, ഞങ്ങളുടെ വ്യാപാരത്തിൻ്റെ ഇത്ര ശതമാനം നിങ്ങളുമായിട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതിൻ്റെ ഏതാണ്ട് 30 തൊട്ട് 40% വരെ നമ്മൾ റഷ്യയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. എന്നിട്ട് ഇന്ത്യ തന്നെ അത് യൂറോപ്പിന് മറിച്ച് വിൽക്കുകയും ചെയ്തു. അതൊക്കെ കച്ചവട തന്ത്രമാണ്. അതല്ല, നമ്മൾ അധാർമികമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ന്യായമായിട്ടുള്ളതേ ചെയ്തിട്ടുള്ളൂ. നമ്മളത് ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് അത് മാറ്റി അതിൽ നിന്ന് മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ പെട്രോൾ, ഡീസൽ പോലുള്ളതൊക്കെ വേർതിരിച്ചെടുത്തിട്ട് നമ്മളത് വിൽക്കുന്നു. നാച്ചുറൽ ഗ്യാസ്, നമുക്ക് പ്രകൃതിവാതകം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ വിൽക്കും. അത് നമ്മുടെ വിദേശ നയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൈനയായാലും അമേരിക്കയായാലും നമുക്ക് പറയാനുള്ളത് വളരെ കൃത്യമാണ്. നമ്മളോട് മുട്ടാൻ വരരുത്, നമ്മളെ ഉപദ്രവിക്കാൻ വരരുത്. വന്നാൽ നമ്മൾ അത് പ്രതിരോധിക്കും, അത് നേരിടും, അത് തിരിച്ചടിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ഇന്ത്യയുമായിട്ട് വേണ്ട. അവർ വലിയ തോതിൽ $100 ബില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് വലിയ തോതിൽ അവർ ഒരു സംഘർഷത്തിൽ നിൽക്കുമ്പോൾ അതൊരിക്കലും ഇന്ത്യയെ പിണക്കാൻ അവർ തയ്യാറാകില്ല. കാരണം 145 കോടി വരുന്ന ഒരു വലിയ ജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ചൈന
ഇന്ത്യയോട് വളരെ നയപരമായിട്ട് വളരെ തന്ത്രത്തിൽ ഇടപെടുകയുള്ളൂ. എന്നാൽ ചൈന കൗശലക്കാരനാണ്, ചൈനയെ വിശ്വസിക്കരുത്. മുൻ അനുഭവങ്ങളെല്ലാം അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തെ സംവിധാനവും വളരെ കൃത്യമായിട്ടാണ് ചൈനയോടും ഇടപെടുന്നത്.